ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. ഓരോ പെൺകുട്ടികളുടെയും അല്ലെങ്കിൽ സ്ത്രീകളുടെയും സ്വഭാവം എന്ന് പറയുന്നത് പലതായിരിക്കും അല്ലേ? ഇനി പുരുഷന്മാർക്ക് അറിയില്ലാത്ത പെൺകുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ ഒരു 5 രഹസ്യങ്ങളുണ്ട്. ഈ 5 രഹസ്യങ്ങൾ എന്താണ് എന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡ്രസ്സിങ് സെൻസാണ്. അതായത് പെൺകുട്ടികൾ പൊതുവെ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് ഒരുപാട് ഡ്രസ്സൊക്കെ വാങ്ങിക്കാനും ഒരുപാട് ഫങ്ഷൻ അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇങ്ങനെ ഡ്രസ്സൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവർ വാങ്ങിച്ച ഒരു ഡ്രസ്സിനോട് സെയിം ആയിട്ടുള്ള ഡ്രസ്സ് വേറെ ആരെങ്കിലും ഇട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ആ ഒരു ഡ്രസ്സിനോടുള്ള താല്പര്യമേ പോകും. പിന്നെ അവർക്ക് ആ ഉടുപ്പിടാനൊന്നും അത്രയ്ക്ക് താല്പര്യമേ ഉണ്ടാകത്തില്ല. പിന്നെ ഓരോ ഫംഗ്ഷനും അവർക്ക് പുതിയ ഡ്രസ്സ് വേണം എന്നുള്ളൊരു വാശി പിടിക്കാറും ഉണ്ട്. എന്നാൽ പുരുഷന്മാർ നോക്കുമ്പോഴത്തേക്കും അവർക്ക് ഏതെങ്കിലും ഒരു ഡ്രസ്സായാൽ മതി. എല്ലാ ഫംഗ്ഷനും സെയിം ഡ്രസ്സ് ഇടുന്നവരും ഉണ്ട്. പക്ഷേ സ്ത്രീകൾക്ക് എല്ലാ ഫംഗ്ഷൻ അല്ലെങ്കിൽ എന്ത് പരിപാടി ഉണ്ടെങ്കിലും പുതിയ ഡ്രസ്സ് വേണം എന്നാണ് അവർ ആഗ്രഹിക്കുക. ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. രണ്ടാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, കുറ്റം പറച്ചിലാണ്. അതായത് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പെൺകുട്ടികൾക്ക് അവരെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തിയുടെ കുറ്റം ആര് പറഞ്ഞാലും അതൊട്ടും സഹിക്കാൻ പറ്റത്തില്ല. ഒന്നില്ലെങ്കിൽ അവർ ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടും, അല്ലെങ്കിൽ അവർ പൊതുവേ ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണീറ്റ് പോകും. ഇപ്പം എണീറ്റ് പോകാൻ പറ്റിയൊരു സാഹചര്യമാണെങ്കിൽ ആ ഒരു സ്ഥലത്തു നിന്ന് അവർ എണീറ്റ് പോകും. അല്ലെങ്കിൽ ഇതൊന്നും കേൾക്കാൻ വയ്യ എന്നും പറഞ്ഞിട്ട് ചെവിയിൽ ഇങ്ങനെ കൈയൊക്കെ തിരികെ വെക്കുന്നവരും ഉണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. മൂന്നാമതായിട്ട് വരുന്നത് വേറെ ഒന്നുമല്ല, ക്യൂട്ട്നെസ് വാരി വിതറുക എന്ന് പറയും. അതായത് ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ഏതെങ്കിലും ഒരു ആൺകുട്ടി നോക്കുന്നുണ്ട് എന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവൾ മാക്സിമം ക്യൂട്ട്നെസ് ഇങ്ങനെ വാരി വിതറാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. അത് വേറെ ഒന്നുമല്ല, നിങ്ങളുടെ ഒരു അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ്. ഇത് എല്ലാവരും ചെയ്യുമെന്നല്ല പറയുന്നത്, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നവരും ഉണ്ട്. അതായത് നിങ്ങൾ ആൺകുട്ടികൾ നോക്കുമ്പോഴത്തേക്കും ഞാനൊരു സുന്ദരിയാണ് അല്ലെങ്കിൽ എന്നെ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉള്ളത് കൊണ്ടാണല്ലോ അവർ നോക്കുന്നത് എന്നൊക്കെ വിചാരിച്ചിട്ട് അവർ കുറച്ച് ക്യൂട്ട്നെസ് ഓവറായിട്ട് കാണിക്കുന്നവരും ഉണ്ട്. ഇത് അട്രാക്ഷൻ പിടിച്ചു പറ്റാൻ വേണ്ടിയാണ് അവർ പൊതുവെ ഇങ്ങനെ ചെയ്യുന്നത്. നാലാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ഇതൊരു പുതിയ യൂട്യൂബ് ചാനലാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. പറ്റുവാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കുട്ടി കമൻറ്റും കൂടി ഇട്ടോട്ട്, ഒരു കുഞ്ഞു ഹാർട്ടാണെങ്കിലും മതി. നാലാമതായിട്ട് വരുന്ന വേറെ ഒന്നുമല്ല, ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങൾ പുരുഷന്മാരോട് ഞാൻ സുന്ദരിയാണോ എന്ന് ചോദിക്കാറുണ്ടോ? മിക്കവാറും അവർ വീട്ടിലിരിക്കുമ്പോഴോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുന്ന സമയത്തായിരിക്കും ഈ കാര്യം നിങ്ങളോട് ചോദിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കഷ്ടകാലത്തിന് നിന്നെ കാണാൻ വലിയ ഭംഗിയില്ലെന്നോ അല്ലെങ്കിൽ ഇന്നൊരു മെനയില്ലെന്നോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നത്തെ ദിവസം ഫുള്ള് അവൾ ആ ഒരു കാര്യം പറഞ്ഞിട്ടായിരിക്കും നിങ്ങളോട് വഴക്കുണ്ടാക്കുക. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും അല്ലെങ്കിൽ എല്ലാ സ്ത്രീകളും ഞാൻ സുന്ദരിയാണോ എന്ന് നിങ്ങളോട് വന്ന് ചോദിക്കുന്നത് നീ സുന്ദരിയാണ്, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് നിങ്ങൾ പുരുഷന്മാരെ പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ്. എന്നാൽ ആ ഒരു സമയത്ത് നിന്നെ കാണാൻ കൊള്ളില്ലെന്നോ അല്ലെങ്കിൽ ഭംഗിയില്ല, മെനയില്ല തുടങ്ങി എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് അവർ കുറേ നാൾ നിങ്ങളോട് വഴക്കുണ്ടാക്കും. അതുകൊണ്ട് നിങ്ങൾ പുരുഷന്മാരോട് ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്നിട്ട് ഇന്ന് എന്നെ കാണാൻ കൊള്ളുമോ അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം അവരെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണം. ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം. അഞ്ചാമതായിട്ട് ഒരു പെൺകുട്ടി ചെയ്യുന്നത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ പെൺകുട്ടികളുടെയും ഉള്ളിലുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. അതായത് എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം മതി, അതിങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ പെരുപ്പിച്ച് ഒരു വലിയ കാര്യമാക്കി പിന്നെ അതോർത്ത് ടെൻഷൻ അടിക്കുന്നവരാണ് എല്ലാ സ്ത്രീകളും. പക്ഷെ അവരങ്ങനെ പുറത്തേക്കൊന്നും അത് കാണിക്കത്തില്ല. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ അവളുടെ ഉള്ളിലുണ്ടാവും. പക്ഷേ ബോയ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അവർക്ക് വലിയ ഓവർ തിങ്കിങ് ഒന്നും ഉണ്ടാവത്തില്ല. അതെല്ലാം ഉള്ളത് പെൺകുട്ടികൾക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ 5 കാര്യങ്ങളൊക്കെ എല്ലാവരും ഉള്ളിലൊന്ന് ഓർമ്മിച്ച് വെച്ചു. നിങ്ങൾക്ക് ഇതെന്തെങ്കിലുമൊക്കെ യൂസ്ഫുള്ളായി വന്നേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.